കേന്ദ്രത്തിൻ്റെ കടുംവെട്ട്. കേരളത്തോട് അവഗണനയുണ്ടോ എന്ന് ചോദിച്ചാൽ അവഗണനയില്ലെന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. പക്ഷേ ചില മാനദണ്ഡങ്ങളൊക്കെ വച്ച് കേന്ദ്രത്തിൻ്റെ ചില നടപടികൾ കാണുമ്പോൾ ഇത് കടുത്ത അവഗണനയല്ലേ, ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന് സംശയം തോന്നിപ്പോകും. ഉദാഹരണത്തിന് നമ്മൾ അതായത് കേരളം മറ്റൊരു കാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ ഭീതിതമായ ധനപ്രതിസന്ധിയിലാണ്. അങ്ങനെ ധനപ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് സർക്കാരിന് അർഹമായ തരത്തിലുള്ള കേന്ദ്ര ഫണ്ടിങ് അത് ലഭ്യമാകുന്നില്ല. പലപ്പോഴും അത് തടഞ്ഞു വയ്ക്കുന്നത് കേന്ദ്രം, അതായത് ഈ CAG സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച് ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് CAG കണ്ട് CAG അതിനെ എന്താ പറയുക തുല്യം ചാർത്തി കേന്ദ്രത്തിൽ എത്തിക്കണം, കേന്ദ്രത്തിന് കൈമാറണം. അപ്പോൾ മാത്രമേ കേന്ദ്രത്തിന് ആ തുക അനുവദിക്കാനാകൂ എന്നാണ്. കാരണം ഈ CAG ഒരു ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷനാണ്. CAG വളരെ വസ്തുതാപരമായിട്ടാണ്, വസ്തുനിഷ്ഠമായിട്ടാണ് കണക്കുകൾ പരിശോധിക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ കണക്കാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ കണക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയാൽ കേന്ദ്രം കൊടുത്ത ഫണ്ട് വെള്ളത്തിലായതുപോലെയാകും. അപ്പോൾ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെ ഒരു നയം ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കടുംവെട്ട്, അതായത് 2044 കോടി വിവിധ പദ്ധതികൾക്കായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ, അതായത് കേന്ദ്രവും സംസ്ഥാനവും കൂടി പല പ്രപ്പോർഷനിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് ഈ 2044 കോടി. അപ്പം അങ്ങനെയുള്ളതിനകത്ത് സംസ്ഥാനത്തിൻ്റെ ഭാഗം മാത്രമല്ല കേന്ദ്രത്തിൻ്റെ ഭാഗം കൂടി ചെലവഴിച്ചതിന് ശേഷം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഫണ്ട് തരൂ എന്ന് പറയുന്നതിൽ തന്നെ ഒരു അനൗചിത്യമുണ്ട്, ഒരു അനീതിയുണ്ട്. കാരണം സംസ്ഥാനത്തിന് തന്നെ ഇത് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി പങ്കിട്ട് ചെലവുകൾ നിർവഹിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നിശ്ചയമായും ആവശ്യപ്പെടാം. പക്ഷേ അത് കേന്ദ്രം ഫണ്ട് കൊടുത്ത് അത് ഉപയോഗിച്ചതിന് ശേഷം മതി എന്ന തരത്തിലേക്ക് ഒരു ചെറിയ ഇളവ് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റൊരു കാരണമാണ് ഫണ്ട് നിഷേധിക്കുന്നതിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കേന്ദ്രം കൂടി ഫണ്ട് ചെയ്യുന്ന പദ്ധതികളിൽ കേന്ദ്ര പദ്ധതി എന്ന് എഴുതി ചേർക്കണം, ബ്രാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇന്ത്യ സ്വതന്ത്രമായി ഇവിടെ ഭരണം തുടങ്ങിയ കാലം മുതൽ ഇതുപോലെയുള്ള ഫണ്ടിങ് അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം, വിഹിതം, കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം. എന്താണ് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാമല്ലോ, കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം എന്ന് പറഞ്ഞാൽ അതായത് പ്രത്യക്ഷ നികുതികളെല്ലാം പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. കേരളത്തിൻ്റെ പരിധിയിൽ നിന്നുള്ള പ്രത്യക്ഷ നികുതികൾ, അതുപോലെ തന്നെ പ്രത്യക്ഷ നികുതികൾ മാത്രമല്ല കോർപ്പറേറ്റ് അതെ, ഈ കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും പ്രത്യക്ഷ നികുതികളാണ്. ഈ രണ്ട് നികുതികളും പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. തീർന്നില്ല, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ് ഇതൊക്കെ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് നികുതിയേതര വരുമാനവുമുണ്ട്. അപ്പം ഇങ്ങനെ പിരിച്ചെടുക്കുന്നതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം ചെലവിനുള്ളതല്ല, ഇന്ത്യയിൽ നിന്ന് മൊത്തമാണ് പ്രത്യക്ഷ നികുതികളൊക്കെ പിരിച്ചെടുക്കുന്നത്. അതുപോലെ സെൻട്രൽ എക്സൈസിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനുമാണ്, കസ്റ്റംസിൻ്റെ പരിധി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനുമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പങ്ക് പറ്റാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് പങ്ക് കിട്ടാൻ അർഹതയുള്ള ഫണ്ടാണ് കേന്ദ്രം ഡെവല്യൂഷൻ വഴി, ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വഴി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. അങ്ങനത്തെ ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ ബ്രാൻഡിങ് ഇതുവരെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഞങ്ങളുടെ പേര് വെച്ച് അവിടെ എന്താ പറയുക, വലിയ ഒരു പ്ലക്കാർഡ് വെച്ചിരിക്കണം, അല്ലെങ്കിൽ പോസ്റ്റർ പതിച്ചിരിക്കണം, അതും അല്ലെങ്കിൽ അതിൽ പിന്നെ ഡിജിറ്റലായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്കീം എന്ന് എഴുതി ചേർത്തിരിക്കണം.
എന്തൊരു നിന്ദ്യമായ രീതിയിൽ, അതായത് ശരിക്കു പറഞ്ഞാൽ വളരെ ഈ ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത അസൂയാലിക്കളായ മനുഷ്യർ പറയുന്ന രീതിയിലായിട്ട് നമുക്ക് തോന്നും. തരം താണ ഒരു രീതിയാണ്. ബ്രാൻഡിങ് വെക്കണം കേന്ദ്രത്തിൻ്റെയും കൂടി. പക്ഷെ അത് സംസ്ഥാന ഗവൺമെൻറ് അത് അർഹിക്കുന്നതാണ് കേട്ടോ. ഈ സംസ്ഥാന ഗവൺമെൻറ് ആണ് ഈ ബ്രാൻഡിങ്ങിന് എല്ലായ്പ്പോഴും മുൻഗണന കൊടുക്കുന്നത്. അതായത് അവര് ഹൗസിംഗ് സ്കീമിനാണ് ഒരു പ്രത്യേക പേരിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആവാസ് യോജന എന്ന് കേന്ദ്രം പറയുന്നു, ലൈഫ് മിഷൻ എന്ന് സംസ്ഥാനം പറയുന്നു. എന്തിനാ ഇവർ ഈ രണ്ടുപേരെടുത്തിരിക്കുന്നത്? ആവാസ് യോജന എന്ന് കേന്ദ്രം പറഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ ബ്രാൻഡിലാകണം വരണത് എന്ന ഉദ്ദേശത്തോടു കൂടി. അതേ ദുഷ്ടലാക്കോടു കൂടി തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ ലൈഫ് മിഷൻ എന്ന ഒരു പേര് കണ്ടെത്തിയത്. അതുപോലെ ആർദ്രം മിഷൻ അങ്ങനെ 3-4 മിഷനുകൾക്ക് മിഷൻ മോഡിലേക്ക് ആക്കിയിരിക്കുകയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി പങ്കിട്ട് നടത്തുന്ന പദ്ധതികൾ. എന്തിനാ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ അതിനൊക്കെ പ്രത്യേക ബ്രാൻഡിങ് നെയിം ഇട്ടിരിക്കുന്നത്? അത് അവരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ, ഞങ്ങൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് ജനങ്ങളോട് പറയാൻ. അതേ ഉദ്ദേശം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ടാണ് ബ്രാൻഡിങ് വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റും ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ 2 ഗവൺമെന്റുകളും ഒരുപോലെ തെറ്റുകാരാണ്. കാരണം ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? യഥാർത്ഥ ഗുണഭോക്താക്കൾ അർഹതയുള്ളവർ തന്നെയാണോ? അതോ ഇത് ആരെങ്കിലും പിടിച്ച പിടിയാല് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി, പാർട്ടിക്കാർക്കും വേണ്ടി കൊണ്ടുപോയോ? ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഇത് ആരുടെ മുഖം മിനുക്കാനാണ്? കേന്ദ്രത്തിന്റെ മുഖം മിനുക്കാൻ പറ്റുന്നുണ്ടോ, സംസ്ഥാനത്തിന്റെ മുഖം മിനുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നുമല്ല ഓർക്കേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി വന്ന, ഉദാഹരണത്തിന് ഫണ്ട് എടുക്കുക, ക്യാപെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ഫണ്ടിനെയാണ് ക്യാപെക്സ് എന്ന കാറ്റഗറിയിൽ ഇടുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പൊ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള അപ്രോച്ച് റോഡിനും ഒക്കെ ആയിട്ട് ഫണ്ട് ചെലവഴിക്കേണ്ടത്. അങ്ങനെ ക്യാപെക്സിൽ നിന്നൊരു വിഹിതം കിട്ടിയാലാണ്. അങ്ങനെ ഒരു വിഹിതം കൊടുക്കാതിരുന്നാൽ ആരാണ് അതിൻ്റെ ദൂഷ്യം അനുഭവിക്കുന്നവർ? തീരദേശവാസികളാണ്. വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് തന്നെ തീരം നഷ്ടപ്പെട്ട്, ഉപജീവനം നഷ്ടപ്പെട്ട്, എരുതിയിലായിത്തിരിക്കുന്ന, അതായത് നടുക്കടലിലായിരിക്കുന്ന നിരവധി ആയിരക്കണക്കിന് മത്സ്യബന്ധനക്കാരാണ് വിഴിഞ്ഞത്തുള്ളത്. അത്തരക്കാരെ ഓർക്കുകയാണോ? അത്തരക്കാർക്ക് വേണ്ടി ഈ ഫണ്ട് കൃത്യമായി കൊടുക്കുകയാണോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്? അതോ ബ്രാൻഡിങ് നടക്കാത്തത് കൊണ്ട് ഫണ്ട് തരില്ല എന്ന് പറയുകയാണോ വേണ്ടത്? അപ്പൊ അതുപോലെ തന്നെ നമ്മളോർക്ക് ഈ ബ്രാൻഡിങ്ങിനെ പറ്റി പറയുമ്പോൾ, ഈ മൻ കി ബാത്തിലൂടെയൊക്കെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുഖം മിനുക്കാൻ വേണ്ടി എന്തുമാത്രം ഫണ്ട് ചെലവഴിക്കാനും, അതായത് ഫണ്ട് ദുരുപയോഗം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ആളാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയാൽ മതി. അതായത് ഈ അടുത്ത കാലം വരെ ഇല്ലാതിരുന്ന ഒരു പ്രതിഭാസം നാം അവിടെ കണ്ടെത്തും. അവിടെ ഒരു ഗ്രോട്ടോ പോലെ ഒരു ചെറിയ ഒരു കൊച്ചു മൗണ്ടൻ സൃഷ്ടിച്ചിട്ട് ആ മൗണ്ടനിൽ ആർക്കും സെൽഫി എടുക്കാൻ, സെൽഫി മോഡിൽ ഒരു പ്രധാനമന്ത്രിയുടെ രൂപം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി, അതായത് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും ഇതുപോലെ ഒരു സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നു മോദിയുടെ മുഖം മിനുക്കാനായിട്ട്. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒരു ഡെമോക്രസിയിൽ എന്താണ് ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേകത? ഈ പോയ കാലങ്ങളിലെല്ലാം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ ഇതുപോലെ സെൽഫി എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭൂമി മുഴുവനും, റെയിൽവേ പ്ലാറ്റ്ഫോംസ് മുഴുവനും അവരുടെ സെൽഫി പോയിന്റ് കൊണ്ട് നിറഞ്ഞു പോയേനെ. ഇത്ര നികൃഷ്ടമായ രീതിയിൽ സ്വയം പുകഴ്ത്തുന്ന മനുഷ്യരുണ്ടോ? അവരൊക്കെയാണോ ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കേണ്ടത്? അത് മാത്രവുമല്ല, ഇവരൊക്കെ മുനിമാരാണ് അത്രേ. എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാണ്ഡവുമായി എൻ്റെ സന്യാസത്തിലേക്ക് പോകുമെന്നാണ് 2018-19 ഇലക്ഷൻ സമയത്ത് നരേന്ദ്രമോദി ജനങ്ങളുടെ മുൻപിൽ മൻ കി ബാത്തിൽ പറഞ്ഞത്. അങ്ങനെ ഭാണ്ഡവുമായി സന്യാസത്തിലേക്ക് പോകുന്ന മനുഷ്യൻ എന്തിനാണ്
പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ സെൽഫി മോഡിലേക്ക് സ്വയം വളരുന്നത്? അന്താരാഷ്ട്ര വേദികളിൽ, അതായത് ഇന്ത്യയിൽ അസമത്വം ഭീതിതമായ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭീതിതമായ തോതിൽ അസമത്വം വളരുന്ന സമയത്താണ് നമ്മുടെ നരേന്ദ്രമോദി ഇഷ്ടപ്പെട്ട ലോകത്തോടെല്ലാം പറയുന്നത്, ഇവിടെ ഓപ്പൺ ഡെഫിക്കേഷൻ ഇല്ല, അതായത് മലമൂത്ര വിസർജനം പുറത്തില്ല. അതേസമയത്ത് നമുക്കറിയാം, അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-20 പറഞ്ഞു 38% പേരും ഓപ്പൺ ഡെഫിക്കേഷനാണ്, മലമൂത്ര വിസർജനം പുറത്താണ്, അവർക്കൊന്നും ടോയ്ലറ്റ്സ് ഇല്ല എന്ന് വസ്തുനിഷ്ഠമായിട്ട് കണക്ക് പറഞ്ഞു. അതിൻ്റെ ഡയറക്ടറെ അടിച്ചു പുറത്താക്കി. നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ ഡയറക്ടറെ തന്നെ പുറത്താക്കിക്കൊണ്ടാണ് അയാളോടുള്ള ദേഷ്യം തീർത്തത്. അതായത് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, ഇവിടെ ആരും മലമൂത്ര വിസർജനം പുറത്തു നടത്തില്ല, ഇന്ത്യ ഹൈലി വികസിതമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ കണക്കുകളും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡേറ്റ കുക്കിംഗ് എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമായി ശേഖരിച്ച കണക്കുകളെ തമസ്കരിച്ച് തള്ളിമാറ്റി അവനവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുതിയ കണക്കുകളെ സൃഷ്ടിച്ചെടുക്കുന്ന ആ കർമ്മം, അതിനെയാണ് ഡേറ്റ കുക്കിംഗ്, ഡേറ്റ പാചകം എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത്. അതിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെയധികം സന്തോഷത്തോടുകൂടി വ്യാപൃതനായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്രാൻഡിങ് വേണം, അതുപോലെ തന്നെ കേന്ദ്രം വിചാരിക്കുന്നത് പോലെയുള്ള കണക്കുകൾ വരണം. അതായത് കേന്ദ്രത്തെ പുകഴ്ത്തിക്കൊണ്ട്, ഇത് കേന്ദ്രം മുഖാന്തരമാണ് കേരളത്തിന് ഈ പദ്ധതികൾ കിട്ടി, എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലേ? ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ മനുഷ്യർ, അതായത് നമ്മുടെ GST വരുമാനത്തിന്റെ 64% വരുന്നത് താഴെ തട്ടിലെ 50% ജനങ്ങളിൽ നിന്നാണ്. എന്നുവെച്ചാൽ പാവപ്പെട്ടവരാണ് അവരുടെ മുഴുവൻ വരുമാനത്തിനും നികുതി കൊടുക്കേണ്ടി വരിക. കാരണം എന്താണ്? ആ മുഴുവൻ വരുമാനവും അവർ നിത്യോപയോഗ സാധനങ്ങളിലാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ആ മുഴുവൻ പണത്തിനും അവർ നികുതി കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടില് ആണ് ഈ പറയപ്പെട്ടതുപോലെ ബ്രാൻഡിങ് വേണം എങ്കിൽ മാത്രമേ ഫണ്ട് തരൂ. അങ്ങനെ ബ്രാൻഡിങ് വേണമെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഈ പാവപ്പെട്ടവർ നികുതിയായിട്ട് കൊടുക്കുന്ന പണമാണ് GST ആയിട്ട്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആയിട്ട് പണമുള്ളവര്, പെൻഷൻ മേടിക്കുന്നവർ, ശമ്പളം മേടിക്കുന്നവരും ഒക്കെ ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണ്. അങ്ങനെ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഖജനാവിലുള്ളത്. ആ പണം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിന് ബ്രാൻഡിങ് വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റും വിചാരിക്കാൻ പാടില്ല, കേന്ദ്ര ഗവൺമെന്റും വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ച് സംസ്ഥാനത്തിന് പണം നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി വരെ പോയി അതിനു വേണ്ടിയിട്ട് എന്താണ് പറയുക, ആർഗ്യൂ ചെയ്യാവുന്ന, അതിനുവേണ്ടി കേന്ദ്രവുമായിട്ട് മല്ലടിക്കാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും കേന്ദ്രം ഉണ്ടാക്കുന്ന ഫണ്ടല്ല, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഫണ്ടല്ല, ജനങ്ങൾ നികുതിയായിട്ടും നികുതിയേതര വരുമാനമായിട്ടും ഇൻകം ടാക്സ് ആയിട്ടും കോർപ്പറേറ്റ് ടാക്സ് ആയിട്ടും ഒക്കെ പൂൾ ചെയ്യുന്ന ഫണ്ടിൽ നിന്നാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്, കേന്ദ്രം എടുത്ത് ചെലവഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ബ്രാൻഡിങ്ങിന്റെ ആവശ്യമില്ല. അത് ഈ പുതിയ ഒരു പരിഷ്കാരമാണ്, പുതിയ ഗവൺമെന്റിന്റെ ഒരു തന്ത്രമാണ്. അതായത് ഈ ഇന്ത്യയെ ഇത്രത്തോളം ആക്കിയത്, ഇന്ത്യയെ സത്യം പറഞ്ഞാല് ഇന്ത്യ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ താഴോട്ട് പോയി മോദി ഭരണകാലത്ത്. അതുപോലെ ഒട്ടുമിക്ക ഇൻഡെക്സിൽ ഇന്ത്യ താഴോട്ട് പോയി. അത് മറച്ചു വെക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട തരത്തില് മോദി ഇന്ത്യയെ പണിയുന്നു, അന്താരാഷ്ട്ര, അതായത് ഒരു വലിയ ശക്തിയായി 5 ട്രില്യൺ ഇക്കോണമി ആയിട്ട് ഉയർത്തുന്നു എന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രാൻഡിങ് നിഷ്കർഷ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഈ തത്രപ്പാടിനെതിരെയാണ് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോകേണ്ടത്. അല്ലാണ്ട് ധനപ്രതിസന്ധിയുടെ കാരണം കേന്ദ്രമാണ് എന്ന് പറഞ്ഞല്ല സുപ്രീം കോടതിയിൽ പോകേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.